കുളിക്കുന്നതിന് മുമ്പ് തലയിൽ നിറയെ എണ്ണ തേച്ച് കുളിച്ചാൽ മാത്രമേ നമുക്ക് ഒരു ആശ്വാസം, കുളിച്ചു എന്നൊരു ഫീൽ കിട്ടത്തുള്ളൂ അല്ലേ? നമ്മുടെ എല്ലാം പല വീട്ടിലുള്ള അമ്മമാരാണെങ്കിലും കൊച്ചുകുട്ടികളെ പോലും ശീലിപ്പിക്കുന്നത് തലയിൽ നിറയെ എണ്ണ തേച്ച് കുളിച്ചാലേ മുടി വളരത്തുള്ളൂ, മുടി പൊഴിച്ചിൽ മാറത്തുള്ളൂ, ആരോഗ്യം വരത്തുള്ളൂ. പലരും പറയുന്നത് തല തണുക്കുന്നതിന്, ശരീരം തണുക്കുന്നതിന് എണ്ണ തേച്ച് കുളിക്കണം എന്നുള്ളതാണ്. ചിലർ പറയുന്നത് എണ്ണ തേച്ചില്ല എന്നുണ്ടെങ്കിൽ കാഴ്ചയ്ക്ക് മങ്ങൽ വരെ ഫീൽ ചെയ്യും എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ തലയിൽ എണ്ണ തേച്ച് കുളിക്കേണ്ടത് ആവശ്യമാണോ? അല്ല, വെറുതെ പറയുന്നതാണ്. നമ്മുടെ ശരീരത്തിൽ തലയോട്ടിക്ക് വേണ്ട ഒരു എണ്ണമയം നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ടാകുന്നുണ്ട്. ശരീരത്തിൽ അതിന്റെ ആവശ്യമേ ഉള്ളൂ. എന്നാൽ പുറമേ നിന്ന് നമ്മൾ തലയിൽ എണ്ണ തേച്ച് കുളിക്കുമ്പോൾ എണ്ണയ്ക്കകത്ത് വളരുന്ന ചില ഫംഗസുകൾ നിങ്ങളുടെ തലയോട്ടിയിൽ താരൻ, ഡാൻഡ്രഫ് പോലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാക്കും. മാത്രമല്ല, തലയോട്ടിയിൽ നിങ്ങൾ എണ്ണ തേച്ച് കുളിച്ചിട്ട് കുളിക്കുന്ന സമയത്ത് എണ്ണ പൂർണ്ണമായും നീക്കം ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിൽ ഇത് നിങ്ങൾക്ക് കഴുത്തുവേദന, മസിൽ പെയിൻ, ശരീരത്തിന്റെ പല ഭാഗത്ത് നീർക്കെട്ട്, വിട്ടുമാറാത്ത ജോയിന്റ് പെയിൻ ഇവ ഉണ്ടാക്കുന്നതിന് കാരണമാകും. എന്നാൽ പലപ്പോഴും കഴുത്തുവേദനയും ശരീരം വേദനയായിട്ട് നിങ്ങൾ ഡോക്ടറെ കാണുന്ന സമയത്ത് ഇത് എണ്ണ തേക്കുന്നത് കൊണ്ടാണ് ഉണ്ടാകുന്നുള്ളത് നിങ്ങളും ഓർക്കത്തില്ല, നിങ്ങൾ ഡോക്ടറോട് പറയാനും പോകുന്നില്ല. കാരണം എണ്ണ തേക്കുന്നത് നല്ലതാണ് എന്നുള്ള ഒരു വിശ്വാസം മാത്രമാണ് ഉള്ളത്. എന്നാൽ അതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും മരുന്നുകൾ മിക്സ് ചെയ്ത എണ്ണ ഡോക്ടർമാർ പറയുന്നത് നിശ്ചിത സമയം മാത്രം ഉപയോഗിക്കാം എന്നല്ലാതെ നിങ്ങൾ വെറുതെ വീട്ടിൽ കാച്ചുന്ന എണ്ണയെല്ലാം കുളിക്കുന്നതിന് മുമ്പ് വാരി തേച്ച് വെറുതെ അസുഖം പിടിപ്പിക്കാതിരിക്കുക. കൊച്ചു കുട്ടികൾക്ക് ഉണ്ടാകുന്ന വിട്ടുമാറാത്ത ജലദോഷം, തൊണ്ടവേദന, മൂക്കിടപ്പ്, അഡിനോയിഡ്സിന്റെ പ്രോബ്ലം, തുമ്മൽ, അലർജി എന്നിവയ്ക്കും തലയിൽ തേക്കുന്ന എണ്ണ ഒരു പ്രധാന വില്ലനായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം രോഗങ്ങളുള്ളവരും കഴിയുന്നത്ര എണ്ണ തേക്കാതിരിക്കുക. വെറും വെള്ളത്തിൽ കുളിച്ച് നന്നായിട്ട് കയറുന്നത് തന്നെയാണ് നല്ലത്. എണ്ണ തലയോട്ടിയിൽ തേക്കാൻ ആവശ്യമല്ല.